ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുകയും അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതാകുന്നുവല്ലോ എന്ന് അരുളി ചെയ്ത സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു ആഴ്ചയായി വെണ്ണിയൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ നടന്ന BBSന്റെ സമാപന ദിനത്തോടനുബന്ധിച്ച് സമാപന സമ്മേളനത്തിൽ റാലിയായി ഈ ദേശത്ത് വരുന്നതിനും നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സ്ഥലത്ത് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ചില പാട്ടുകൾ സന്തോഷത്തോടെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ആക്ഷൻ സോങ്ങായി കളിക്കാനും സർവകൃപാലുവായ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എക്സൽ BBSന്റെ സിലബസ് അനുസരിച്ച് AIGEN എന്ന തീമിനെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ ഒരാഴ്ചയായി സഭയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസുകൾ കൈകാര്യം ചെയ്യാനിടയായി തീർന്നു. സമൂഹത്തിൽ എങ്ങനെ ഉത്തമ പൗരന്മാരായി ജീവിക്കാം, ദൈവത്തിന് കൊള്ളാകുന്നവരായി, മാതാപിതാക്കൾക്ക് കൊള്ളാവുന്നവരായി, സമൂഹത്തിന് കൊള്ളാകുന്നവരായി എങ്ങനെ മാതൃകയോടെ ജീവിക്കാം എന്നത് തിരുവചന അടിസ്ഥാനത്തിൽ പാട്ടുകളിലൂടെ, കഥകളിലൂടെ, ആക്ഷൻ സോങ്ങുകളിലൂടെ കഴിഞ്ഞ ദിനങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. എന്തിനാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഒരുപക്ഷെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ഈ ദേശത്തിന്റെ നിവാസികൾ നമ്മളോട് ചോദിക്കുമായിരിക്കാം. നാളത്തെ പൗരന്മാർ എന്ന് പറയുന്നത് ഇന്നത്തെ കുഞ്ഞുങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ കതിരിന്റെ പുറത്ത് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന നാട്ടുപുറത്തുള്ള സാമാന്യമായി ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മുതിർന്നദേശം ഉപദേശിക്കാനോ നേർവഴിക്ക് നടത്താനോ സാധ്യമായ ഒരു കാര്യമല്ല. ഒരു കുഞ്ഞിന് സ്വഭാവം രൂപപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ബാല്യകാലഘട്ടമാണ്. ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിൽ പലതായി നമ്മൾ തിരിച്ചാൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ബാല്യകാലമാണ്. വേദപുസ്തകം അത് അടിവരയിട്ട് വ്യക്തമായി പറയുന്നു, ബാലം നടക്കേണ്ടുന്ന വഴിയിൽ അവൻ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇന്ന് ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും വിവിധങ്ങളായ അസന്മാർഗമായ പ്രവൃത്തികൾക്കും വഴിവിട്ടു പോകുന്നത് ഈ കാലഘട്ടത്തിന്റെ ദുഃഖകരമായ ഒരു കാഴ്ചയായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ കുഞ്ഞുങ്ങളെ ശരിയായ ദിശയിൽ പരിശീലിപ്പിച്ചെടുക്കുന്ന സംവിധാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേക കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു BBSന്റെ ക്രമീകരണങ്ങൾക്ക് ചുമതല കൊടുത്ത വെണ്ണിയൂർ അസംബ്ലീസ് ഓഫ് സഭ ശുശ്രൂഷകൻ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളിലൂടെ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കുഞ്ഞുങ്ങളെ അവിടെ വളർച്ചയുടെ ഘട്ടത്തിൽ ശരിയായ ദിശയിലേക്ക് വളർത്തിയെടുക്കാൻ കഴിയുമെന്നത് നൂറ് അനുഭവങ്ങളിലൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ കുഞ്ഞുപ്രായത്തിൽ ശരിയായ ദിശയിൽ വളർത്താൻ ഞങ്ങളെ വളർത്തിയെടുക്കാൻ ആരുമില്ലായിരുന്നു എന്ന് പറയുന്ന മുതിർന്നവരാരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷകർത്താക്കളോ മാതാപിതാക്കളോ നിങ്ങളെ നേരായ നിലയിൽ വഴി നടത്തേണ്ട ആളുകളോ ആ നിലയിൽ പരിശീലിപ്പിച്ചെടുക്കാത്ത മുഖാന്തരമാണ് മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരി പദാർത്ഥങ്ങൾക്കോ ഒരുപക്ഷെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ഏതെങ്കിലും ഭാവത്തിന്റെ അടിമത്തിനകത്തോ ആയിപ്പോയ ദുഃഖം നിങ്ങളുടെ ഉള്ളിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഈ സന്ദേശം പറയുമ്പോൾ ഞങ്ങളുടെ കർത്താവ് രക്ഷിതമായ കർത്താവിന് നിങ്ങളുടെ സന്ദേശം പങ്കുവെക്കാനുണ്ട്. ഞാൻ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞങ്ങൾക്ക് ഇന്ന് പകൽ പറയാനൊരു സന്ദേശമുണ്ട്. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുന്നിൽ വെളിപ്പെട്ട് വരേണ്ടതാകുന്നു എന്ന തിരുവെഴുത്ത് ഞങ്ങൾ ഇന്ന് പകൽ ഓർത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ 80, ഒരുപക്ഷെ 100, ഇനി ദീർഘായുസുള്ള വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ 120 വർഷമോ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമായിരിക്കാം. എങ്കിലും അതിനപ്പുറം മരണമെന്ന വാതിലൂടെ കടന്ന് താങ്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയിലേക്ക് താങ്കൾ പ്രവേശിച്ച് മതിയാകൂ എന്ന യാഥാർത്ഥ്യം താങ്കൾ തിരിച്ചറിയണം. ഒരുപക്ഷെ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാത്തതോ ദൈവരാജ്യത്തിനു വേണ്ടി ഒരുക്കപ്പെടാത്തതുമായ താങ്കൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ താങ്കളെ ദൈവം സ്നേഹിക്കുന്നു എന്നൊരു സന്തോഷ വർത്തമാനം താങ്കൾ അറിയിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും. യേശുവിന്റെ രക്തം സകല ഭാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് വേദപുസ്തകം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ ബാല്യകാലത്ത് ശരിയായ ശിക്ഷണം കിട്ടാതെ പോയ ആരെങ്കിലും, ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പോയ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ മടങ്ങി വരവിനും മാനസാന്തരത്തിനും ദൈവരാജ്യത്തിനുവേണ്ടി ഒരുങ്ങുന്നതിന് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നതിനും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്.
സ്നേഹിത, മദ്യം ഒരു കുടുംബത്തിനും ആശ്വാസമോ ഒരു വ്യക്തിക്കും സന്തോഷമോ ഒരു കുടുംബത്തിനും ഉയർച്ചയോ ഇന്നേ വരെ നൽകിയിട്ടില്ല. ലഹരി പദാർത്ഥങ്ങൾ സകല മനുഷ്യരെ തകർത്തിട്ടേയുള്ളൂ എന്ന യാഥാർത്ഥ്യം താങ്കൾ അംഗീകരിക്കുന്നു എങ്കിൽ യേശുവിനെ ദയവായി ജീവിതത്തിൽ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുക. ഒരു ദൈവവൈതലായി ഈ പകൽ മാറുക. ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചതുപോലെയുള്ള ശരിയായ പരിശീലനങ്ങൾ ഞങ്ങളുടെ തലമുറകൾക്കും ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ആഴ്ചകളിലും ദൈവദാസനും സഭയും സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ എന്ന് തുടങ്ങി വിവിധ നിലകളിൽ കുഞ്ഞുങ്ങളെ ശരിയായ ദിശയിൽ പരിശീലിപ്പിച്ചെടുക്കുന്നതിനുള്ള ക്രമമായ പ്രവൃത്തികൾ കഴിഞ്ഞ ചില വർഷങ്ങളായി ചെയ്തു വരുന്നു എന്ന വർത്തമാനം ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ഈ സമയം സന്തോഷത്തോടെ ഉപയോഗിക്കുകയാണ്. ഇത്രയും സമയം ഞങ്ങൾ ശ്രദ്ധിക്കുകയും ഞങ്ങൾ വചനപ്രകാരം പങ്കുവെച്ച ആലോചന ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ള ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. AIGen എന്ന് പറയുന്ന ചിന്താവിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസുകൾ പഠിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ടെക്നോളജി ആയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് ലോകത്തിന്റെ വിവിധ മേഖലകൾ കീഴടക്കി കഴിഞ്ഞ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ എന്ന് തുടങ്ങി വിവിധ മേഖലകൾ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത് മാനവരാശിയുടെ വലിയൊരു പുരോഗതിയാണ് എന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഒരുപാട് ദോഷവശങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശാസ്ത്രത്തിന്റെ നീണ്ടകരങ്ങൾ കൊണ്ട് ബഹിരാകാശത്തെ പോലും എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്ന മനുഷ്യൻ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ, അതുപോലെ ജനറൽ എഞ്ചിനീയറിംഗ് മേഖല, മെഡിക്കൽ ഫീൽഡുകൾ, വിവിധ മേഖലകളിൽ മനുഷ്യർ അവരുടേതായ നൈപുണ്യം, കഴിവുകൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞ വസ്തുത ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പങ്കുവെച്ച് അവസാനിപ്പിക്കാൻ കർത്താവിൽ ബന്ധപ്പെടുകയാണ്. മനുഷ്യനെന്ന ആകാശത്തിൽ കഴുകനെ പോലെ പറക്കാൻ അറിയാം, സമുദ്രത്തിൽ മത്സ്യത്തെ പോലെ നീന്താൻ അറിയാം, കരയിൽ വേഗതയിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങളെക്കാൾ വളരെ വേഗത്തിൽ ചീറിപ്പായാൽ മനുഷ്യനറിയാം. പക്ഷേ മനുഷ്യൻ മറന്നുപോയൊരു കാര്യം മനുഷ്യനായി ജീവിക്കാൻ ആണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെന്ന സൂപ്പർസോണിക് വിമാനങ്ങളെക്കാൾ വേഗത്തിൽ പറക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ന് മനുഷ്യരുണ്ട്. കടലിനകത്തൂടെ സഞ്ചരിക്കാനുള്ള ജലഗതാഗത സംവിധാനങ്ങളുണ്ട്. കരയിൽ അതിവേഗം സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകളോ അല്ലെങ്കിൽ മറ്റ് കുഞ്ഞിന കാറുകളോ ഒക്കെ മനുഷ്യരുണ്ട്. പക്ഷേ മനുഷ്യന് തന്റെ കൂട്ടുകാരനെ അവനെ പോലെ തന്നെ സ്നേഹിക്കാൻ പറഞ്ഞ യേശുവിന്റെ വാക്കുകൾ അനുസരിച്ച് മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത കാലഘട്ടമാണ്. സ്നേഹിതരെ, ഇന്ന് പകലിൽ ഞങ്ങളുടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും അതൊന്നും ദൈവമില്ല, ഈ പ്രപഞ്ചം താനേ ഉണ്ടായതാണ് എന്ന ചിന്താഗതിയിലേക്ക് താങ്കളെ നയിക്കാതിരിക്കട്ടെ. ആദിയുടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന വേദപുസ്തകം എഴുതി തുടങ്ങിയ ഒന്നാമത്തെ വാക്യത്തിന്റെ അന്തസത്തയെ തന്നെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ജീവിത നിലവാരം നയിക്കാതെ ദയവായി ഈ പ്രപഞ്ചത്തെയും ഭൂമിയെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച് നമ്മളെ ജ്ഞാനത്തോട് കരുതെടുത്തൊരു ദൈവമുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ച് ആ ദൈവത്തിന്റെ പൈതലായി ഉത്തമ പൗരന്മാരായി ജീവിക്കാൻ കർത്താവ് ഈ വചനങ്ങളിലൂടെ നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങൾ ഇത്രയും സമയം ശ്രദ്ധിച്ചതിനുള്ള ഞങ്ങളെ സന്തോഷം അറിയിക്കുന്നു.